അമ്പലത്തിലൊക്കെ പോകാമെന്ന് കരുതി രാവിലെ ഞാനും അമ്മയും കൂടെ അങ്ങനെ 3:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ വന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ്. നമ്മൾ വന്ന ടൈമിൽ പൈങ്കുനി ഉത്സവം നടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്പലത്തിന് ഫ്രണ്ടിൽ ഇങ്ങനെ പഞ്ചപാണ്ഡവന്മാരുടെ രൂപങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 3:45 4 o'clock അടുപ്പിച്ച് നമ്മൾ അമ്പലത്തിലെത്തി. അതുകൊണ്ട് തന്നെ സമാധാനത്തെ തിരക്കൊന്നും ഇല്ലാണ്ട് 2 തവണ നമ്മൾ കയറി തൊഴാനായിട്ട് പറ്റി. അപ്പം ഇവിടെ ആദ്യത്തെ ദർശന ടൈമിംഗ് വരണത് വെളുപ്പിനെ 3:30 to 4:45 ആണ്. ആ സമയത്ത് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ തിരക്കൊന്നും ഇല്ലാതെ സമാധാനത്തെ തൊഴുതിറങ്ങാനായിട്ട് പറ്റും. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കാണ്. അവിടെ നിന്ന് ഒരു 2 കിലോമീറ്ററേ ആറ്റുകാലിലേക്കുള്ളൂ. ശനിയാഴ്ചയാണ് പോയത്, അതുകൊണ്ട് തിരക്ക് കാണുമെന്ന് കരുതിയാണ് നമ്മൾ വന്നത്. പക്ഷെ തിരക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ പോയത് പഴവങ്ങാടിയിലേക്കാണ്. പഴവങ്ങാടി ചെന്ന് ഞാനും അമ്മയും ഓരോ തേങ്ങയൊക്കെ മേടിച്ചുടച്ചു. ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ തേങ്ങ ഉടയ്ക്കണത്. എന്നിട്ട് നമ്മൾ ത്രിമൂർത്തി ക്ഷേത്രത്തിലേക്ക് പോയി. ഈ അമ്പലം പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഒരു ആലൊക്കെ ഉണ്ട്, കാണാൻ നല്ല ഭംഗിയാണ്. 800 വർഷത്തോളം പഴക്കമുള്ള അമ്പലമാണ് ഇതെന്നാണ് പറയപ്പെടുന്നത്. അവിടെ നിന്ന് ആ വഴി നടന്ന് കയറുമ്പോൾ കൃഷ്ണൻ്റെ അമ്പലത്തിൽ നമ്മളെത്തും. അവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഈ അമ്പലത്തിൽ വരണത്. പിന്നെ അവിടെ നിന്ന് പ്രസാദമൊക്കെ മേടിച്ച് നമ്മൾ ഇറങ്ങി. നിങ്ങൾക്ക് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ, പിന്നെ പഴവങ്ങാടി, പിന്നെ ത്രിമൂർത്തി ക്ഷേത്രത്തിലും വന്നിട്ട് ആറ്റുകാൽ പോയാൽ മതി. കാരണം ഈ 3 അമ്പലം അടുത്തടുത്താണ്. അങ്ങനെ എല്ലായിടത്തുനിന്നും തൊഴുത് നമ്മളൊരു 8 മണിയൊക്കെ ആയപ്പോഴത്തേനും ഇറങ്ങി നമ്മൾ വീട്ടിലെത്തി.